മൈ ഡിയേഴ്സ്, മൈ നീറ്റ് ആസ്പിരൻസ്. നമ്മളുടെ നീറ്റ് എക്സാം, റീനീറ്റ് എക്സാം ജൂൺ 21 നടക്കുകയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം നമ്മളുടെ റീനീറ്റിന്റെ ക്ലാസ്സുകൾ നല്ല തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ദ ചാപ്റ്റർ ഈസ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. സോ വൺസ് അഗൈൻ ഞാൻ അനുഷ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്, അപ്പം ഇനി വീണ്ടും പേരൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം നോക്കുക. ഹു ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ? മക്കളെ, നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ പേജിൽ ഒരാളുടെ ഫോട്ടോയും കുറച്ച് ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ റീസെന്റ് ആയിട്ട് 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്ന് ഒരുപാട് കുട്ടികളെ വട്ടം കറക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 24 25 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. ആരാണ് ഇന്ത്യയിലെ ഫാദർ ഓഫ് ഇക്കോളജി എന്ന് അറിയപ്പെടുന്നത്? ആരാണടാ? ഇറ്റ് ഈസ് റാംഡിയോ മിശ്ര. ഓപ്ഷൻ 3 ആണ് ആൻസർ വരാം. മറ്റു ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് അവരെയും നമ്മൾ പരിചയപ്പെട്ടവരാണ്, അല്ലെ പരിചയപ്പെടാൻ പോകുന്നവരാണ് നമുക്ക് പറയാം. ആദ്യത്തേത് പഞ്ചനൻ മഹേശ്വരി. അതായത് എംബ്രിയോളജിക്കൽ ആസ്പെക്ട്സ് ടാക്സോണമിയിൽ കൊണ്ടുവന്നതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ആരെന്ന് പറയുന്നത്? പഞ്ചനൻ മഹേശ്വരി. MS സ്വാമിനാഥൻ ആരാണ്? ഈസ് എ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ, അല്ലെ. ദെൻ AG ടാൻസ്ലി. എക്കോസിസ്റ്റം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ള ആളാണ് ആര്? AG ടാൻസ്ലി. അപ്പൊ ഈ പേരുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മോസ്റ്റ് എക്കോളജിക്കലി റെലവെന്റ് എൻവയോൺമെന്റൽ ഫാക്ടറീസ്. അപ്പൊ മോസ്റ്റ് എക്കോളജിക്കൽ റെലവെന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടർ ഇത്. 4 അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഏതാ? ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ 4. ടെമ്പറേച്ചർ കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏതാ? അത് വാട്ടർ ആണ്. ആ കാര്യം എന്തായാലും എന്ത് ചെയ്യണം? മക്കൾ ഓർക്കണം. അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എക്കോളജി എന്താണെന്ന് വളരെ ബ്രീഫ് ആയിട്ട് ഒന്ന് പറഞ്ഞ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ ചോദ്യത്തിന് മുന്നേ നോക്കുക. എക്കോളജി എന്ന് പറയുന്നത് എന്താ? എക്കോളജി is a subject which studies the interaction among organism and between the organism and its physical environment. അപ്പോൾ ഓർഗാനിസങ്ങൾ തമ്മിലും ഓർഗാനിസവും അതിന്റെ ഫിസിക്കൽ എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് എക്കോളജി. ക്ലിയർ അല്ലേ? എക്കോളജിക്ക് പ്രധാനമായിട്ടും 4 ലെവൽസ് ആണുള്ളത്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. ആ 4 ലെവൽ എന്ന് പറയുന്നത് ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, ബയോം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പറയുന്നുണ്ട്. മക്കൾ നിർബന്ധമായിട്ടും ആ ഭാഗം പോയിട്ട് വായിക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, മൂന്നാമത്തെ ചോദ്യം. What is the salt concentration in some hypersaline lagoons? നമുക്കറിയാം salinity. ഓരോ വാട്ടർ ബോഡീസിന്റെയും സെലൈനിറ്റി എന്താ? ഡിഫറെന്റ് ആണ്. ആ സെലൈനിറ്റി ഈസ് മെഷേർഡ് എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് പാർട്സ് പെർ 1000. പാർട്സ് പെർ മില്യൺ അല്ല, പാർട്സ് പെർ 1000 ആണ്, അല്ലെ. അപ്പൊ ഓരോന്നിനും ഡിഫറെന്റ് സെലൈനിറ്റി മക്കൾ പഠിക്കുന്നുണ്ട്. നോക്കുക, ഇൻലാൻഡ് വാട്ടേഴ്സിന്റെ സെലൈനിറ്റി എന്ന് പറയുന്നത് less than 5 ppt, അല്ലെ. ദെൻ സീന്റെ കേസിൽ പറയുന്നത് 30 to 35 ppt ആണ്. എന്നാൽ ഹൈപ്പർ സെലൈൻ ലഗൂൺസിന്റെ എത്രയാണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 100 ppt എന്ന് പഠിക്കുന്നുണ്ട്. സോ നമ്മളുടെ ചോദ്യം ഹൈപ്പർ സെലൈൻ ലഗൂൺസിനെ കുറിച്ചിട്ടാണ്. സോ ഗ്രേറ്റർ ദാൻ 100 ppt ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. ഈ ഭാഗം എന്തായാലും നോക്കിയിട്ട് പോകണം. ക്ലിയർ ആണല്ലോ? ആൻഡ് സെലൈനിറ്റി ടോളറൻസ് ലെവൽ അനുസരിച്ചിട്ടുള്ള ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂറി ഹെലൈനും സ്റ്റീനോ ഹെലൈനും. വൈഡ് റേഞ്ച് സെലൈനിറ്റി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അവരാണ് യൂറി ഹെലൈൻ എന്ന് പറയുന്നത്, അല്ലെ. നാരോ റേഞ്ച് സെലൈനിറ്റി ടോളറേറ്റ് ചെയ്യുന്നവരാണ് സ്റ്റീനോ ഹെലൈൻ. ഇതേപോലെ നമുക്ക് ടെമ്പറേച്ചറിന്റെ കേസിലും പറയാൻ പറ്റും. വൈഡ് റേഞ്ച് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യുന്നവര് യൂറി തെർമൽ, ആൻഡ് നാരോ റേഞ്ച് സെലൈനിറ്റി ടോളറേറ്റ് ചെയ്യുന്നവര് സ്റ്റീനോ തെർമൽ ആണല്ലോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം,
ദ റെഗുലേറ്റേഴ്സ് ആർ ദി ആനിമൽസ് വിച്ച്, നമുക്കറിയാം നമ്മളുടെ ഓർഗാനിസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സറൗണ്ടിങ്സുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അബയോട്ടിക് ഫാക്ടേഴ്സിനുള്ള റെസ്പോൺസസ് നമുക്ക് ഒരു 3 റെസ്പോൺസസ് അവിടെ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. റെഗുലേറ്റ്, കൺഫേം, പാർഷ്യൽ റെഗുലേറ്റ്, മൈഗ്രേറ്റ്, സസ്പെൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇങ്ങനെ ഒരു ഗ്രാഫ് ഒക്കെ പഠിച്ചത് മക്കൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് മക്കൾ ഏതെന്ന് പറയുന്നത്, ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്റ്റേണലി എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ച് മാറാതെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് കീപ്പ് ചെയ്യുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് നമ്മൾ പറയുക അല്ലെ. അപ്പൊ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. എക്സ്റ്റേണൽ എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് മാറാതെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയാ, റെഗുലേറ്റേഴ്സ് എന്ന് പറയാ അല്ലെ. എന്നാൽ ചില ആനിമൽസ് ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് എക്സ്റ്റേണലി എന്ത് മാറ്റം ഉണ്ടായി കഴിഞ്ഞാലും കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സ്റ്റേണൽ മാറ്റത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് എന്ത്, കൺഫോമേഴ്സ് എന്ന് പറയുന്നത് ആണല്ലോ. ആൻഡ് ബിറ്റ്വീൻ ഇതിന്റെ ഇടയിലുള്ള ആളുകളുണ്ട്, അവരെയാണ് നമ്മൾ എന്ത് പറയാ, പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്ന് പറയാം. അവിടെ എക്സാമ്പിൾസ് ഒന്നും നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. നമ്മളുടെ all birds and mammals and very few lower vertebrates and invertebrate species, അവർ ആരാണ്, അവർ റെഗുലേറ്റേഴ്സാ. എന്നാൽ then 99% ഓഫ് ആനിമൽസും എല്ലാ പ്ലാന്റ്സും അക്വാട്ടിക് ആനിമൽസിനെയൊക്കെ നമ്മൾ ആരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ കൺഫോമേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. റെഗുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ എങ്ങനെയുള്ള ആനിമൽസ് ആണ്, എന്താ റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് കീപ്പ് ചെയ്യാൻ പറ്റും. ഡസ് നോട്ട് മെയിൻറ്റെയിൻ ദിയർ ബോഡി ഹോമിയോസ്റ്റാസിസ്, അല്ല. ക്യാൻ മെയിൻറ്റെയിൻ ദിയർ ബോഡി ഹോമിയോസ്റ്റാസിസ്, യെസ് അല്ലെ. അവർക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഭാഗം നല്ല വൃത്തിയായിട്ട് പോയിട്ടൊന്ന് വായിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാലോ, നോക്കുക. പീപ്പിൾ who have migrated from plains to an area adjoining Rohtang Pass about 6 months back. നമ്മൾ അഡാപ്റ്റേഷൻസ് പഠിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3500 മീറ്റർ. അതാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ഓർത്തു വെക്കണം കേട്ടോ അല്ലെ. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് നമ്മളുടെ ബോഡിക്ക് ആ എൻവയോൺമെന്റുമായിട്ട് പെട്ടെന്ന് അങ്ങ് സിങ്ക് ആവാൻ പറ്റില്ല. അപ്പൊ ബോഡി കുറെ എന്ത് കാണിക്കും, പ്രശ്നങ്ങൾ കാണിക്കും. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എത്തുന്ന സമയത്ത് അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാണ് ചെയ്യുക. അപ്പൊ ആ ഒരു കണ്ടീഷനുമായിട്ട് ബോഡിക്ക് പെട്ടെന്ന് അങ്ങ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗ്രാജുവലി ആ കണ്ടീഷനുമായിട്ട് ബോഡി എന്ത് ചെയ്യും, ബോഡി അഡാപ്റ്റഡ് ആകും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്താ, നൊസിയ, ഫാറ്റിക്, അതേപോലെ ഹാർട്ട് പാൽപിറ്റേഷൻസ്, ഇങ്ങനെയുള്ള കുറച്ച് റെസ്പോൺസസ് നമ്മളുടെ ബോഡി കാണിക്കും. ദെൻ ഗ്രാജുവലി ബോഡി എങ്ങനെയാണ് ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ആവുന്നത്, ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എത്തുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ RBC പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അല്ലെ. ആൻഡ് നമ്മളുടെ ബ്രീത്തിങ് റേറ്റ് കൂടും ആണല്ലോ. അതേപോലെ ഓക്സിജനുമായിട്ടുള്ള ഹീമോഗ്ലോബിന്റെ അഫിനിറ്റി എന്ത് ചെയ്യും, കുറയും. ഇത് പഠിച്ചത് മക്കൾ ഓർക്കുന്നുണ്ട്? യെസ്. അപ്പൊ ആ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെടാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. പീപ്പിൾ who have migrated from plain to an area adjoining Rohtang Pass about 6 months back. Okay, Rohtang Pass high altitude പോയി 6 മാസം കഴിഞ്ഞ് വരുന്ന സമയത്ത് അയാളുണ്ടാവുന്ന ചേഞ്ച് എന്തായിരിക്കും ചേഞ്ച് എന്ന് പറയുന്നത്, അയാളുടെ ബോഡിയിൽ RBCന്റെ കൗണ്ട് കൂടിയിട്ടുണ്ടായിരിക്കും. ഓക്സിജനുമായുള്ള അഫിനിറ്റി, ഹീമോഗ്ലോബിന്റെ അഫിനിറ്റി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏതാ, ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വേർസ്റ്റ് പെർ ലോജിസ്റ്റിക് ഗ്രോത്ത് പാറ്റേൺ ഈസ്. ഓക്കെ, നമ്മൾ 2 ടൈപ്പ് ഗ്രോത്ത് മോഡൽസ് പഠിക്കുന്നുണ്ട്. ഒന്ന് എക്സ്പോണൻഷ്യൽ ഗ്രോത്തും രണ്ടാമത്തത് ലോജിസ്റ്റിക് ഗ്രോത്തും. ഇതേപോലെ ഒരു ഗ്രാഫ് ഒക്കെ വെച്ച് മക്കൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇതാണ് ഏത് ഗ്രോത്ത് എന്ന് പറയുന്നത്, വേർസ്റ്റ് പെർ ലോജിസ്റ്റിക് ഗ്രോത്ത്. ആൻഡ് ഇതാണ് ഏത് ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ലെ. റിസോഴ്സസ് അബണ്ടന്റ് ആയിരിക്കുന്ന സമയത്ത്
അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റിൽ പറയുന്നത്. റിസോഴ്സസ് എന്താണ് അബണ്ടന്റ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണാൻ പറ്റുക അല്ലേ. അപ്പൊ എന്താണ് ഗ്രോത്ത് ഇങ്ങനെ എക്സ്പോണൻഷ്യൽ റേറ്റിൽ നടന്നുകൊണ്ടിരിക്കും. അവിടെ നിങ്ങൾക്ക് ഒരു ജെ ഷേപ്ഡ് കർവ് ആണ് കിട്ടുക. മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ പഠിക്കുന്നുണ്ട്. ഡെറിവേറ്റീവ് ഫോം ഓഫ് ഇക്വേഷൻ dn/dt is equal to Rn ആണ്. And integral form of equation nt is equal to n0 e raised to rt ആണ്. R എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. R എന്ന് പറയുന്നത് എന്താ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് അല്ലേ. ദെൻ റിസോഴ്സസ് എന്താണ്? ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നടക്കുന്ന ഗ്രോത്ത് ആണ് ലോജിസ്റ്റിക് ഗ്രോത്ത് അല്ലെങ്കിൽ വേർഹസ്റ്റ് പെർ ലോജിസ്റ്റിക് ഗ്രോത്ത്. ഒരു എസ് ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് ആണ് കിട്ടുക. മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ? dn/dt is equal to Rn into k minus n/k അല്ലേ. അതിൽ k എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി ആണെന്നും പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ ചോദ്യം വേർഹസ്റ്റ് പെർ ലോജിസ്റ്റിക് ഗ്രോത്ത് പാറ്റേൺ ഈസ് എന്താണ്? നമ്മൾ അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഷേപ്പ് ഉള്ള കർവ് ആണ് കിട്ടുന്നത്? ഇത് സിഗ്മോയിഡ് കർവ് ആണ്. അപ്പൊ ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ആ ഗ്രാഫ് അതിലെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ വളരെ നിർബന്ധമാണ്, എന്തായാലും പഠിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം which of the following factors increases the size of a population? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലേ ഇൻഹിബിറ്റ് ചെയ്യുന്ന സെയിം സ്പീഷീസിൽ പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോപ്പുലേഷൻ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്മൾ അതിനെ പോപ്പുലേഷൻ സൈസ് എന്ന് കൂടി വിളിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പൊ പോപ്പുലേഷൻ സൈസിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്ന 4 ബേസിക് പ്രോസസ്സുകളാണുള്ളതെന്ന് മക്കൾക്കറിയാം അല്ലെ. ആ 4 ബേസിക് പ്രോസസ്സുകളാണ് ഒന്ന് നേറ്റാലിറ്റി, ദെൻ മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ. നേറ്റാലിറ്റി എന്താ ചെയ്യുന്നത്? പോപ്പുലേഷന്റെ സൈസ് കൂട്ടുകയാണ് ചെയ്യുക അല്ലെ. അതിലേക്ക് പുതിയ ആളുകൾ വരികയാണ്. ദെൻ ഇമിഗ്രേഷനും എന്താ ചെയ്യുന്നത്? പോപ്പുലേഷന്റെ സൈസ് കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. ദെൻ മോർട്ടാലിറ്റി, ഓൾറെഡി പോപ്പുലേഷൻ കുറച്ച് പേര് മരിച്ചു പോണതല്ലേ. സോ പോപ്പുലേഷന്റെ സൈസ് അവിടെ എന്ത് ചെയ്യും? കുറയും. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് സ്പീഷീസ് അവിടെ ലെഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോവാ. അപ്പോഴും പോപ്പുലേഷന്റെ സൈസ് എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു ആ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? 2 പ്രോസസ്സസ് ദാറ്റ് ഈസ് നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ പോപ്പുലേഷന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. അതേപോലെ മോർട്ടാലിറ്റിയും എമിഗ്രേഷനും അല്ലെ, ഈ 2 പ്രോസസ്സസ് ആണ് എന്ത് ചെയ്യുക? പോപ്പുലേഷന്റെ സൈസ് ഡിക്രീസ് ചെയ്യുക. അപ്പൊ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാലോ. ഏതൊക്കെയാണ് പോപ്പുലേഷന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്? ഒരു സംശയം ഇല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും അത് നേറ്റാലിറ്റിയും ഇമിഗ്രേഷനുമാണ്. സോ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ആ ഭാഗത്ത് നിങ്ങൾ ഒരു ഇക്വേഷൻ കൂടെ പഠിക്കുന്നുണ്ട്. If n is the population density at time t, then its density at time t plus 1 is എന്താ മക്കളെ ഇക്വേഷൻ എന്ന് പറയുന്നത്? nt plus 1 is equal to nt plus b plus i minus d plus e. അതിൽ b എന്ന് പറയുന്നത് നേറ്റാലിറ്റി ആണ്, i എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആണ്, d എന്ന് പറയുന്നത് മോർട്ടാലിറ്റി ആണ്, e എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആണ്. ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കുക, ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുക. എ ബയോളജിസ്റ്റ് സ്റ്റഡീഡ് ദി population of rats in a barn. He found that the average natality was 250. So natality is 250 and average mortality is 240 അല്ലേ. അപ്പോൾ mortality is 240, immigration 20 and emigration 30. അപ്പൊ നിങ്ങളടുത്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് the net increase in population is. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നെറ്റ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടെത്തുക? ഇറ്റ് ഈസ് b plus i minus d plus e. നോക്കുക, b plus i എന്ന് പറഞ്ഞാൽ 250 plus 20, d plus e എന്ന് പറഞ്ഞാൽ 240 plus 30. എത്ര വരും? 270 minus 270. സോ 0. ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇവിടുന്ന് വരാം. സോ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം. ഓക്കെ അല്ലേ?
എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മ്യൂച്വലിസം? ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണത്. അപ്പോൾ അതെന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഇന്ററാക്ഷൻസ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടണ്ടേ? മക്കളെ ഇപ്പൊ നോക്കുക, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ ഇന്ററാക്ഷൻസിനെ കാണിക്കുന്ന ഒരു ചാർട്ടാണ് അല്ലേ. അപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട് രണ്ട് സ്പീഷീസ് അല്ലെങ്കിൽ രണ്ട് ഓർഗാനിസങ്ങൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഇന്ററാക്ഷൻ മേ ബി ബെനിഫിഷ്യൽ ആവാം അല്ലെ, രണ്ടുപേർക്കും ഗുണം കിട്ടുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ എങ്ങനെയാവാം, അത് ഡിട്രിമെന്റൽ ആവാം, രണ്ടുപേർക്കും എന്താണ് ഹാംഫുൾ ആവുന്ന രീതിയിലാവാം. ചിലപ്പോൾ ഒരാൾക്ക് എന്താവാം ബെനിഫിഷ്യൽ ആവാം, മറ്റേയാൾക്ക് ഹാംഫുൾ ആവാം. ചിലപ്പോൾ ഒരാൾക്ക് ബെനിഫിറ്റ് മറ്റേ ആൾക്ക് ഒന്നുമില്ല, ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്നുള്ള രീതിയിലാവാം. അല്ലെങ്കിൽ ഒരാൾക്ക് ഹാംഫുളും മറ്റേ ആൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ആവാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ കുറച്ച് സയൻസ് കൂടെ വെച്ചിട്ട് ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബെനിഫിഷ്യൽ ആണെങ്കിൽ നമ്മൾ പ്ലസ് സൈനും, അതേപോലെ അത് ഹാംഫുൾ ആണെങ്കിൽ മൈനസ് സൈനും, അതേപോലെ നൈദർ ബെനിഫിറ്റഡ് അല്ലെങ്കിൽ നോർ ഹാംഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സീറോയൊക്കെ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടടാ അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കുക, ഈ ചാർട്ട് ഒന്ന് നോക്കുക. ഈ ഇന്ററാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രണ്ട് സ്പീഷീസും അവർക്ക് രണ്ടുപേർക്കും ഇന്ററാക്ഷൻ കഴിയുമ്പം ബെനിഫിറ്റ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മ്യൂച്വലിസം എന്ന് പറയുന്ന ഇന്ററാക്ഷനാ. രണ്ടുപേർക്കും ഹാംഫുൾ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഇന്ററാക്ഷനാ. ഇനി ഒരാൾക്ക് ബെനിഫിറ്റും മറ്റേയാൾക്ക് ഹാംഫുളും ആയിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള രണ്ട് ഇന്ററാക്ഷൻസ് ഉണ്ട്. അത് പ്രിഡേഷൻ ആവാം അല്ലെങ്കിൽ പാരസൈറ്റിസ് ആവാം. ഓക്കെ അല്ലേ? ദെൻ ഒരാൾക്ക് ബെനിഫിറ്റും മറ്റേയാൾക്ക് നെയ്തർ ബെനിഫിറ്റഡ് നോർ ഹാംഡ്, അങ്ങനെയാണെങ്കിൽ അത് കമൻസാലിസ് എന്ന് പറയുന്ന ഇന്ററാക്ഷൻ ആണ്. ഒരാൾക്ക് ഹാംഫുളും മറ്റേയാൾക്ക് നെയ്തർ ബെനിഫിറ്റഡ് നോർ ഹാംഡ് ആണെങ്കിൽ അത് അമൻസാലിസ് എന്ന് പറയുന്ന ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ എല്ലാ ഇന്ററാക്ഷനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. എന്തായാലും ആ ഇന്ററാക്ഷൻസ് പഠിക്കണം. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പ് പറയാവുന്ന ഒരു ഏരിയ ആണത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏത് ഇന്ററാക്ഷൻ ആണ് ഇവിടെ മ്യൂച്വലിസത്തിന് ഏതാണ് മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, വേമിൻ ഇൻഡസ്റ്റൈൻ, നമ്മളുടെ ഇൻഡസ്റ്റൈൻ ഉള്ള വേംസ് എന്ന് പറയുന്നത് അത് ഏത് ഇന്ററാക്ഷൻ എക്സാമ്പിളാ? ഇറ്റ് ഈസ് പാരസൈറ്റിസം ആണല്ലോ. ദെൻ ഫിഗ് ആൻഡ് വാസ്പ്, ഫിഗും വാസ്പും ഏത് ഇന്ററാക്ഷനാ? രണ്ടുപേർക്കും ഗുണം കിട്ടുന്നുണ്ട്. കാരണം ഫിഗ് ഈസ് പോളിനേറ്റഡ് ബൈ വാസ്പ. അപ്പൊ ഫിഗ് പോളിനേറ്റ് ചെയ്യുന്നു, ഫിഗിന് പോളിനേഷൻ ചെയ്ത് കിട്ടുന്നു. തിരിച്ച് റിവാർഡ് എന്നുള്ള രീതിയിൽ ഫിഗ് എന്ത് ചെയ്യും? ആ വാസ്പിന് അവർക്ക് മുട്ടയിടാൻ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൊടുക്കും. ഒവി പൊസിഷൻ സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ രണ്ടുപേരും ബെനിഫിറ്റഡ് ആണ്. ആ ഇന്ററാക്ഷൻ ആണ് മ്യൂച്വലിസം. സോ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ 2 ആണ്. അടുത്തേക്ക് വരിക, ബർണക്കിൾ ഓൺ വെയിൽ അല്ലെ. ഒരു വലിയ വെയിലിന്റെ മേലെ പറ്റിപ്പിടിച്ച് വളരുന്ന ബർണക്കിൾസ്. അതോടെ വളർന്നതിനെ കൊണ്ട് ബർണക്കിൾസിന് പ്രത്യേകിച്ച് ഗുണവും ഇല്ല, അതേപോലെ ദോഷവും ഇല്ല. അപ്പൊ ഒരാൾ എന്താ? സീറോയാണ്. മറ്റേ കളിക്കുന്ന ബർണക്കിൾസിന് എങ്ങനെയല്ല, ഈ വലിയൊരാളെ മേലെ കയറിയിരിക്കുന്നത്. അയാളാണ് കടലിന്റെ എല്ലാ മുക്കിലും മൂലയിലും പോവുകയും ചെയ്യും. അപ്പം എന്താ, അവർക്ക് ഫ്രീ ആയിട്ട് എന്താണ് ഒരു ടൂർ കിട്ടി, ദെൻ വെറൈറ്റി ഓഫ് ഫുഡ് കിട്ടി. സോ ഇവിടെ ബർണക്കിൾ എന്താ? ബെനിഫിറ്റഡാ. അപ്പൊ ഒരാള് എന്താണ്? സീറോ, മറ്റേത് പ്ലസ് ആണെങ്കിൽ ദാറ്റ് ഇന്ററാക്ഷൻ ഈസ് കമൻസാലിസം. അപ്പൊ ഇത് കമൻസാലിസത്തിന് എക്സാമ്പിൾ ആയിട്ടാണ് പഠിക്കുന്നത്. അടുത്തത് സീ അനിമൺ ആൻഡ് ക്ലോൺ ഫിഷ് അല്ലെ. സീ അനിമണിന്റെ ടെന്റക്കിൾസിനകത്താണ് ക്ലോൺ ഫിഷ് വരുന്നത്. അപ്പൊ സീ അനിമണിന് അതുകൊണ്ട് എന്തില്ല? യാതൊരു വിധത്തിലുള്ള ഗുണവും ഇല്ല ദോഷവും ഇല്ല. എന്നാൽ ക്ലോൺ ഫിഷിന് എന്ത് കിട്ടുന്നുണ്ട്? ഗുണം കിട്ടുന്നുണ്ട്. സോ ഇതും ഏത് എക്സാമ്പിൾ ആണ്? കമൻസാലിസത്തിനൊരു എക്സാമ്പിൾ ആണ്. സോ നമ്മുടെ ആൻസർ ഓൾറെഡി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇഫ് plus indicate beneficial interaction, minus indicate harmful interaction, and 0 indicate neutral interaction, then population showing plus minus interaction indicate. അപ്പോൾ ഒന്ന് പ്ലസും ഒന്ന് മൈനസും അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞു അവിടെ രണ്ട് ചാൻസസ് ആണുള്ളത്. ഇറ്റ് മേ ബി എന്താവാം? പ്രിഡേഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം? പാരസൈറ്റിസം ആവാം.
അപ്പോൾ ഓപ്ഷനിലേക്ക് വരാം. മ്യൂച്വലിസം രണ്ടും ബെനിഫിറ്റഡാ, പ്ലസ് പ്ലസ് ആ. അമൻസാലിസ് ആണെന്നുണ്ടെങ്കിൽ എന്താ, -0 സിംപയോസിസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ബെനിഫിറ്റഡ് ആണ്, പ്ലസ് പ്ലസ് ആ. പാരസൈറ്റിസം ആണെങ്കിൽ എന്താ, ഒരാൾ ബെനിഫിറ്റഡും മറ്റേ ആൾക്ക് ഹാംഫുള്ളും ആണ്, പ്ലസ് മൈനസ്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഇന്ററാക്ഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലെ. കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഇന്ററാക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഗോസസിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ട്, കേണൽസ് എലഗൻഫീൽഡ് എക്സ്പെരിമെന്റ് പഠിക്കുന്നുണ്ട്, മാർക്ക് ആർത്തൂറിന്റെ അല്ലെ എന്താ ഷെയറിംഗ് റിസോഴ്സ് പാർട്ടീഷനിങ് പഠിക്കുന്നുണ്ട് ആണല്ലോ. അപ്പൊ ഇത് ഗോസസിന്റെ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം അല്ലെ, എന്താണ് ആ പ്രിൻസിപ്പിളിൽ പറയുന്നത്? സെയിം ലിമിറ്റഡ് റിസോഴ്സസിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രണ്ട് സ്പീഷീസുകളുടെ ഇടയിൽ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഒരുപാട് കാലം അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. ഗ്രാജുവലി ആരാണോ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ അത് കോമ്പറ്റീറ്റീവ്ലി ഇൻഫീരിയർ ആയിട്ടുള്ളതിനെ അവിടെ നിന്ന് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. ഓർമ്മയുണ്ടോ? അതാണ് ഗോസസിന്റെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നോക്കുക, more abundant species will exclude less abundant species through competition. അതാണോ പ്രിൻസിപ്പിൾ? അല്ല. Competition for the same resources exclude species having different food preferences. അതാണോ പറയുന്നത്? അല്ല. സെയിം ലിമിറ്റഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. Not two species can occupy the same niche indefinitely for the same limiting resources. ഇതല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഈ ഭാഗം നോക്കിയിട്ട് പോണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനാ. ഒന്നാമത്തെ കോളത്തില് ആദ്യം സാപ്രോഫൈറ്റിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽസിന്റെ ഡീകമ്പോസിഷൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. സോ A2. അടുത്ത പാരസൈറ്റാ. പാരസൈറ്റ് എന്ന് പറയുന്നത് എന്താ, ലിവിങ് പ്ലാന്റിന്റെയും ആനിമൽസിന്റെയും ബോഡിയിലാണ് നമുക്ക് പാരസൈറ്റ്സിനെ കാണാൻ പറ്റുക. സോ ലിവിങ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ഓർ ആനിമൽ. സോ B3. ലൈക്കൻസ്, സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംജിയ. സോ C4. മൈക്കോറൈസ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംജി വിത്ത് പ്ലാന്റ് റൂട്ട്സ്. സോ D എന്താ, 1. സോ A2, B3, C4, D1. ഓപ്ഷൻ ഉണ്ടോ? A2, B3, C4, D1. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, അതും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കുക, അലൻസ് റൂൾ പഠിക്കുന്നുണ്ട് നമ്മൾ. എന്താ പറയുന്നത്, കോൾഡർ റീജിയൻസിൽ അല്ലെ, കോൾഡർ റീജിയൻസിൽ കാണപ്പെടുന്ന മാമൽസിന്റെ കേസിൽ അവർക്ക് ഷോർട്ട് ഇയേഴ്സ് ആൻഡ് ലിംസ് ആണ്. കാരണം ഹീറ്റ് ഗെയിൻ ആൻഡ് ഹീറ്റ് ലോസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സർഫസ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. സോ അലൻസ് റൂള് നമുക്ക് ആരുമായിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുക? നമുക്ക് അക്വാട്ടിക് മാമൽ പോളാർസിയൽ നമുക്ക് അത് എടുക്കാം. സോ A4. ദെൻ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് പല രീതിയിലാവാം. ഇറ്റ് മേ ബി ഫിസിയോളജിക്കൽ ആവാം, മോർഫോളജിക്കൽ ആവാം, ദെൻ എന്താ പറയുക, ബിഹേവിയറൽ ആവാം. സോ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ നമുക്ക് ആരുടെ കേസിൽ പറയാം? കങ്കാരു റാറ്റ്, കോൺസെൻട്രേറ്റഡ് യൂറിൻ പഠിക്കുന്നുണ്ടല്ലോ. സോ B1. ദെൻ ബിഹേവിയറൽ അഡാപ്റ്റേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെസേർട്ട് ലിസാർഡ്സിന്റെ കേസിൽ അവര് എന്താ, പുറത്ത് ചൂടാവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവര് ബറോ മണ്ണിനടിയിൽ പോയിട്ട് മാളുണ്ടാക്കിയിട്ട് അവിടെ നിൽക്കും. ആൻഡ് അവരുടെ ബോഡി ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ബാസ്ക് ഇൻ ദി സൺ എന്ന് പഠിക്കുന്നുണ്ട്. ശരിയല്ലേ? സോ ബിഹേവിയറൽ അഡാപ്റ്റേഷൻ ആണ് ഇതെന്ന് പറയുന്നത്, ഡെസേർട്ട് ലിസാർഡ്. സോ C2. ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ പഠിക്കുന്നുണ്ട്. ആരതൊക്കെ? ആർക്കിബാക്ടീരിയന്റെ കേസിൽ പറയാം. അതേപോലെ ഭയങ്കര ഡെപ്തിൽ കാണപ്പെടുന്ന മറൈൻ ഫിഷസിന്റെ കേസിൽ അവരുടെ ബോഡിയിലൊക്കെ എന്താണ്, പല രീതിയിലുള്ള കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ ആണത്. സോ നമുക്ക് D എങ്ങോട്ടേക്ക് മാച്ച് ചെയ്യാം? 3. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. A4, B1, C2, D3. യെസ്, ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, അഡാപ്റ്റേഷൻ ഓഫ് പാരസൈറ്റ് മേ ബി. പാരസൈറ്റ്സ് അല്ലേ. പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ലിവിങ് പ്ലാന്റിന്റെയോ ആനിമലിന്റെയോ ബോഡിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് നമുക്ക് ആരെ കാണാം? പാരസൈറ്റ്സിനെ കാണാം.
ഓക്കെ, അപ്പൊ പാരസൈറ്റിസ് എന്ന് പറയുന്ന ഇന്ററാക്ഷനില് ഒരു പാരസൈറ്റും പിന്നെ ആരാ ഉള്ളത്, ഒരു ഹോസ്റ്റും ആണുള്ളത്. ഒരു പ്ലസ് മൈനസ് ഇന്ററാക്ഷൻ ആണ് നമ്മുടെ പാരസൈറ്റിസം. അപ്പൊ ഒരു ഹോസ്റ്റിന് മേലെ പറ്റി പിടിച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് പാരസൈറ്റ്സിന് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ അഡാപ്റ്റേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ, അതൊരു അഡാപ്റ്റേഷൻ ആണ്. ദെൻ അഡ്ഹസീവ് ഓർഗൻസ് പറ്റിപ്പിടിക്കണ്ടേ, ഒരു അഡാപ്റ്റേഷനാ. ദെൻ ഒറിജിനൽ സക്കേഴ്സ് ടു ക്ലിങ് ടു ഹോസ്റ്റ്, ഹോസ്റ്റിന്റെ മേഡില് പറ്റി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സക്കേഴ്സ് ഉണ്ട്, യെസ് അഡാപ്റ്റേഷൻ ആണ്. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ന്യൂട്രിയൻസ് ആണ് അവർ ടേക്ക് ചെയ്യുന്നത്, അപ്പൊ അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല, അതും ഒരു അഡാപ്റ്റേഷൻ ആണ്. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, അതും ഒരു അഡാപ്റ്റേഷൻ ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന എല്ലാം അഡാപ്റ്റേഷൻ ആണ്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ആൻഡ് പാരസൈറ്റ് എക്ടോ പാരസൈറ്റും എൻഡോ പാരസൈറ്റും ഒക്കെ ഒന്ന് നോക്കണം. അതിന്റെ എക്സാമ്പിൾസ് അല്ലേ, ഒരു പാരസൈറ്റിക് പ്ലാന്റ് എക്ടോ പാരസൈറ്റില് ഒരു പാരസൈറ്റിക് പ്ലാന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, കസ്ക്യൂട്ട, അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നമ്മളുടെ ലൈഫ് ഹിസ്റ്ററി വേരിയേഷന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ പറയുന്നുണ്ട് പല ഓർഗാനിസങ്ങളുടെയും റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസ് എന്താ, അത് ഡിഫറെന്റാ അല്ലേ. അപ്പോ അവിടെ നിങ്ങൾ 4 കേസസ് ആണ് പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഓർഗാനിസങ്ങൾക്ക് അവരുടെ ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രമേ ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ലൈഫ് ടൈമിൽ 1 ടൈം മാത്രം ബ്രീഡ് ചെയ്യുന്നവരുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പസഫിക് സാൽമൺ ഫിഷും അതേപോലെ ബാംബു. ക്ലിയർ അല്ലേ? ആൻഡ് ചിലവരുണ്ട് അവർക്ക് ലൈഫ് ടൈമിൽ മെനി ടൈംസ് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. എക്സാമ്പിൾ മക്കൾ പഠിക്കുന്നത് മോസ്റ്റ് ബേർഡ്സ് ആൻഡ് മാമൽസ്. ഓക്കെ അല്ലേ? ദെൻ നിങ്ങൾ അടുത്തത് പഠിക്കുന്നത് ചില ഓർഗാനിസങ്ങൾ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവര് സ്മോൾ സൈസ്ഡ് ലാർജ് നമ്പർ ഓഫ് സ്പ്രിങ്സിന് ഉണ്ടാക്കും, കുറേ ഉണ്ടാക്കും, പക്ഷെ കുഞ്ഞു കുഞ്ഞതാ. അതിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? ഒന്ന് പെലാജിക് ഫിഷ്. അടുത്തത് ഏതാ നിങ്ങൾ പഠിക്കുന്നത്? ഓയിസ്റ്ററാ അല്ലെ. ചിലവരുണ്ട് അവരെന്താ ചെയ്യാ, അവർ കുറച്ച് എണ്ണമേ ഉണ്ടാക്കുള്ളൂ, സ്മോൾ നമ്പർ ഓഫ് ലാർജ് സൈസ്ഡ് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാക്കുന്നവരുണ്ട്. അതിന് എക്സാമ്പിൾ ആരാ വരിക? ബേർഡ്സ് ആൻഡ് മാമൽസാ. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. പസഫിക് സാൽമൺ ഫിഷ് നമ്മൾ എങ്ങോട്ടേക്ക് മാച്ച് ചെയ്യും? ഇറ്റ് ബ്രീഡ് ഓൺലി വൺസ് ഇൻ ദിയർ ലൈഫ് ടൈം. സോ A3. അടുത്തത് മാമൽസാ. മാമൽസ് ഇപ്പൊ നമ്മൾ 2 സ്ഥലത്ത് പറഞ്ഞു, മെനി ടൈംസും പറഞ്ഞു, അതേപോലെ സ്മോൾ നമ്പർ ഓഫ് ലാർജ് സൈസിലും പറഞ്ഞു. നോക്കട്ടെ. സോ ഈ മാമൽസിന് നമുക്ക് 1ലേക്കും വേണമെങ്കിൽ മാച്ച് ചെയ്യാം, 1ലേക്കും മാച്ച് ചെയ്യാം, അതേപോലെ 4ലേക്കും മാച്ച് ചെയ്യാം. അടുത്തത് ഓയിസ്റ്റർ ഒറ്റ കേസേ പഠിക്കണുള്ളൂ. എന്താ? ലാർജ് നമ്പർ ഓഫ് സ്മോൾ സൈസ്ഡ് ഓഫ് സ്പ്രിങ്, സോ C2. അടുത്തത് ബേർഡ്സ് D. ബേർഡ്സിനും നമുക്ക് 2 എണ്ണം കൊടുക്കാൻ പറ്റും, 1ഉം 4ഉം. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. A3 തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അപ്പൊ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. A3, B4, C2, D1. ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. ഇത് മറക്കരുത്, നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ അവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് വായിക്കാം. Gauss's competitive exclusion principle states that 2 closely related species competing for the same resources cannot coexist indefinitely, and competitively inferior one will be eliminated eventually. ശരിയല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ ജനറൽ കാർണിവോഴ്സ് ആർ മോർ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ കോമ്പറ്റീഷൻ ദാൻ ഹെർബിവോഴ്സ്. അങ്ങനെയാണോ? നേരെ തിരിച്ചാണ് നമ്മൾ പറയാ, ഹെർബിവോഴ്സ് ആർ മോർ അഫക്റ്റഡ് ബൈ കോമ്പറ്റീഷൻ ദാൻ കാർണിവോഴ്സ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അപ്പൊ 1 ശരിയാണ്, 2 തെറ്റാണ്. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരാം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ദ സ്റ്റേജ് ഓഫ് സസ്പെൻഡഡ് ഡെവലപ്മെന്റൽ ഷോൺ ബൈ സൂപ്ലാങ്ക്ടൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താ വരാ? ഡയാപോസ്. ആ ഭാഗത്ത് ഹൈബർനേഷൻ, ഈസ്റ്റിവേഷൻ, വിന്റർ സ്ലീപ്പും സമ്മർ സ്ലീപ്പ് അല്ലേ, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം കേട്ടോ. അടുത്തത് റെസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
A person goes to high altitude and experiences altitude sickness with the symptoms like breathing difficulty and heart palpitation. അല്ലെ, ഒരാള് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് എന്താ ഹാർട്ട് പാൽപിറ്റേഷനും അതേപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും ഒക്കെ അനുഭവപ്പെടും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത് റീസൺ പറഞ്ഞിരിക്കുന്നത് ഡ്യൂ ടു ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ദ ബോഡി ഡസന്റ് ഗെറ്റ് സഫിഷ്യന്റ് ഓക്സിജൻ. ഇതും കറക്റ്റ് അല്ലേ? ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോണ സമയത്ത് അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും, അപ്പൊ ബോഡിക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. അതുകൊണ്ടല്ലേ ബോഡി ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിക്കുന്നത്. സോ ഇതൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഫോർ കെമിക്കൽ ഡിഫൻസ് അഗെയിൻസ്റ്റ് ഹെർബിവോസ് കെലോട്രോപ്പിസ് ഹാസ്. അല്ലെ, നമ്മൾ അഡാപ്റ്റേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കെലോട്രോപ്പിസിന്റെ ഒരു ഹെർബിവോസ് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അഡാപ്റ്റേഷൻ അവരുടെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ പഠിക്കുന്നത്? ഇറ്റ് ഈസ് കാർഡിയോഗ്ലൈക്കോസൈഡ്സ്. ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു അലൻസ് റൂൾ ദ മാമൽസ് ഫ്രം കോൾഡർ ക്ലൈമറ്റ് ഹാവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹീറ്റ് ഗെയിൻ ആൻഡ് ഹീറ്റ് ലോസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സർഫസ് ഏരിയ. അപ്പം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ അല്ലെങ്കിൽ എന്താ കോൾഡർ ക്ലൈമറ്റിൽ അവിടെ ചെറിയ ആനിമൽസ് വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ സർഫസ് ഏരിയ കൂടുതലാണ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഹീറ്റ് ലോസ് ആവും. മെറ്റബോളിസം വഴി ആ ഹീറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാ, ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാ. അപ്പോൾ അവരുടെ ഒരു അഡാപ്റ്റേഷൻ ആണ്. അങ്ങനെ കോൾഡർ ക്ലൈമറ്റ്സിലോ കാണപ്പെടുന്ന മാമൽസിന്റെ കേസിൽ അവർക്ക് ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ലിംസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, which of the following is most appropriately defined? ഏതാണ് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? Commensalism is a relationship in which one species is benefited and the other is neither benefited nor harmed. ശരിയല്ലേ? ഇത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റാ. അടുത്ത നോക്കുക, parasite is an organism which always live inside the body of other organism and may kill it. അങ്ങനെയാണോ പഠിക്കുക? അല്ല. പാരസൈറ്റ്സ് എപ്പോഴും ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡീന്റെ ഉള്ളിലാണെന്നൊരു നിർബന്ധമില്ല. എക്ടോ പാരസൈറ്റുകളുണ്ട്, എവിടെ സർഫസിൽ കാണുന്നവരുണ്ട് അല്ലേ? അപ്പൊ അത് തെറ്റാ. കോമ്പറ്റീഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഇൻ വിച്ച് the fitness of one species is significantly higher in the presence of another species. അങ്ങനെ നമുക്ക് ഒരിക്കലും കോമ്പറ്റീഷനെ എന്താ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതെന്താ? തെറ്റാ. Mutualism is a relationship in which one species is benefited whereas the other is unaffected. പ്ലസ് 0 ആണോ മ്യൂച്വലിസം എന്ന് പറയുന്നത്? രണ്ടുപേരും ബെനിഫിറ്റഡ് അല്ലേ? പ്ലസ് പ്ലസ് ബോത്ത് ആർ ബെനിഫിറ്റഡാ. അപ്പൊ ഇതും എന്താ? തെറ്റാ. അവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ആൻസർ ഓപ്ഷൻ 1. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, read the following statement and select the correct option with respect to population attributes. അല്ലെ, പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ നിന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കാണാൻ പറ്റുന്നത്. അന്ന് കൃത്യമായിട്ടുള്ള നമ്മൾ തിരഞ്ഞെടുക്കണം. പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് നെസസറിലി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. നിർബന്ധമുണ്ടോ? നമ്പേഴ്സ് മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ബയോമാസിൽ വേണമെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റികളുണ്ട് അല്ലേ? അപ്പോൾ അതെന്താ? തെറ്റാ. ടൈഗർ സെൻസസ് ഈസ് ഓഫൻ ബേസ്ഡ് ഓൺ പക്മാർക്ക് ആൻഡ് ഫിക്കൽ പെല്ലറ്റ്. കറക്റ്റ് അല്ലേ? ബയോമാസ് ഈസ് നോട്ട് എ മീനിങ് മെഷർ ടു നോ പോപ്പുലേഷൻ സൈസ്. നോട്ട് എ മീനിങ് അല്ല, അത് എന്താ? ഒരു പാർത്തീനിയും 200 പാർത്തീനിയവും ഒരു ബനിയൻ ട്രീന്റെ കേസിൽ അവിടെ ഏറ്റവും നല്ലത് ബയോമാസ് ഡെൻസിറ്റി വെച്ച് കണക്കാക്കുന്നതാ. സോ നോട്ട് എ മീനിങ് എന്ന് പറയാൻ പറ്റില്ല, അതും തെറ്റാ. സൈസ് ഓഫ് എ പോപ്പുലേഷൻ ഫോർ എനി സ്പീഷീസ് ഈസ് നോട്ട് എ സ്റ്റാറ്റിക് പാരാമീറ്റർ. ശരിയല്ലേ? ഒരുപാട് എന്താണ് അവർക്ക് കിട്ടുന്ന ഫുഡിനനുസരിച്ച് ഒക്കെ, അല്ലെങ്കിൽ ഷെൽട്ടർ, അല്ലെങ്കിൽ വേറെ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സിനനുസരിച്ച്, പ്രൊഡേഷൻ പ്രഷർ ഒക്കെ അനുസരിച്ചിട്ട് ഈ പോപ്പുലേഷന്റെ സൈസിൽ എന്ത് വരാം? മാറ്റങ്ങൾ വരാം. അപ്പൊ അതെപ്പോഴും എന്താ? സ്റ്റാറ്റിക് പാരാമീറ്റർ അല്ല. ആ സ്റ്റേറ്റ്മെന്റ് എന്താ? വളരെ കറക്റ്റ് ആണ്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻസ് ബിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ നമുക്ക് ഏതെടുക്കാം? ഓപ്ഷൻ 4 എടുക്കാം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, which of the following population interaction is widely used in medical science for the production of antibiotics? ഇപ്പൊ നിങ്ങൾ
പെൻസിലിന്റെ ഡിസ്കവറി പഠിക്കുന്നുണ്ട് അല്ലെ. പെൻസിലിൻ ഒരു ആന്റിബയോട്ടിക്കാ. പെനിസിലിയം നൊട്ടേറ്റ് എന്ന് പറയുന്ന ഫംഗസിന്റെ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഈ ഫംഗസിന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെനിസിലിൻ ഫംഗസിന് ഒരു പ്രശ്നം ഉണ്ടാക്കണില്ല. അപ്പൊ ഇയാൾക്ക് എന്താ, അതിനോട് ഗുണവും ഇല്ല ദോഷവും ഇല്ല, 0 ആണല്ലോ. എന്നാ ഈ പെനിസിലിന് ആരെ കൊല്ലാൻ പറ്റും, ബാക്ടീരിയകളെ കൊല്ലാൻ പറ്റും. സോ ബാക്ടീരിയനെ സംബന്ധിച്ച് അതെന്താ, അതിന് ഹാംഫുൾ ആണ്. ഇപ്പൊ ഒരു -0 അല്ലേ ഈ ആന്റിബയോട്ടിക്സിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ അമൻസാലിസം ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, which one of the following plants show a very close relationship with a species of moth where none of the two can complete its life cycle without the other? ഓക്കെ, അങ്ങനത്തെ 2 എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഫിഗും വാസ്പും. അടുത്തൊരു കേസ് പഠിക്കുന്നത് യൂക്കാ പ്ലാന്റും അതേപോലെ മോത്തും ആണ്. ഓക്കെ, ഫിഗിന്റെയും വാസ്പിന്റെയും കേസിൽ പറയുകയാണെങ്കിൽ ഫിഗിനെ പോളിനേറ്റ് ചെയ്യാൻ വാസ്പിന് മാത്രമേ പറ്റൂ അല്ലെ. ദെൻ വാസ്പ് മുട്ടയിടുന്നത് ഫിഗിന്റെ ഒവിലിനകത്താണ് ആണല്ലോ. സോ ഇവർ 2 പേരില്ലെങ്കിൽ ഇവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. യൂക്കേന്റെയും മോത്തിന്റെയും കേസിലും അങ്ങനെ തന്നെയാണ്. സോ ഇവിടെ നോക്കാം, മോത്തല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഓപ്ഷൻ ഏതാ വരിക, യൂക്ക. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, a male insect mistakes a flower of orchid to be its female due to shape and perform the act of copulation and induce pollination. This is an example of. നമ്മള് മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഒഫ്രിസിന്റെ കേസിൽ പറയുന്നുണ്ട്. ഒഫ്രിസിന്റെ ഒരു പെറ്റല് കംപ്ലീറ്റ്ലി അതിന്റെ സൈസ്, കളർ, മാർക്കിങ് എല്ലാം കംപ്ലീറ്റ്ലി ആരെ പോലെയാ ഉള്ളത്, ഫീമെയിൽ ബീനെ പോലെയാണുള്ളത്. അപ്പൊ അത് ഫീമെയിൽ ബി ആണ് തെറ്റിദ്ധരിച്ച് അവിടേക്ക് അതിൻ്റെ അടുത്തേക്ക് ആര് വരും, മെയിൽ ബി വരും. എന്നിട്ട് അതിന് ഇതേപോലുള്ള സാധാരണ കിട്ടുന്ന റിവാർഡ്സ് കാര്യങ്ങളൊന്നും കിട്ടില്ല അല്ലെ. പക്ഷെ അവിടെ നടക്കുന്നത് എന്താ, സ്യൂഡോ പോപ്പുലേഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 25ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഇന്ററാക്ഷൻസിന്റെ പാർട്ടിൽ നിന്ന് വരാവുന്ന മാക്സിമം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് പഠിക്കണം. എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നല്ല ഭംഗിയായിട്ട് എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരിക്കലും ഈ ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കി കളയൊന്നും ചെയ്യരുത്. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്റർ കൂടിയാണിത്. സോ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ. ക്ലാസ്സുകളും വളരെ ഗംഭീരമായിട്ട് തന്നെ ഫ്യൂച്ചർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് കാണാം. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.